നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ രാജ്യത്തെ വിദേശി തൊഴിലാളികളുടെ എണ്ണം കുറഞ്ഞിട്ടും പണം അയക്കുന്നതിന് ഒരു കുറവും വന്നിട്ടില്ലെന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു. ഒമാനിലെ പ്രവാസികൾ 2018 നാട്ടിലേക്ക് അയച്ച പണത്തിന്റെ ആകെ കണക്ക് ഏകദേശം 1000 കോടി ഡോളറാണ്. ഒമാനിൽ നിന്ന് അയച്ചത് 995.8 കോടി ഡോളറാണെന്നാണ് ലോകബാങ്ക് കണക്ക് പറയുന്നത്. 2018 ഡിസംബറിൽ ഒമാനിലെ പ്രവാസി ജനസംഖ്യ 21,975,000 നിന്ന് 20,30,194 കുറഞ്ഞിരുന്നു. ഏകദേശം 70,781 വിദേശി പൗരന്മാർ കഴിഞ്ഞ വർഷം ഒമാൻ വിട്ടു പോയതായി നാഷണൽ സെന്റർ ഫോർ സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് ഇൻഫർമേഷൻ കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട്. എന്നിട്ടും കൂടുതൽ പണം വിദേശ നാടുകളിലേക്ക് ഒഴുകാനുള്ള ഒരു കാരണം ഇന്ത്യൻ രൂപയിലും വികസ്വര രാജ്യങ്ങളിലെ മറ്റ് കറൻസികളിലുമുള്ള മൂല്യത്തിന്റെ തകർച്ചയാണ്. അതായത് ഒമാനി റിയാൽ ഈ കറൻസികളിലേക്ക് കൈമാറ്റം ചെയ്യുമ്പോൾ ഉയർന്ന തുക ലഭിക്കുന്നതാണ് പണമയക്കൽ കൂടുന്നതിന് പ്രധാനമായ കാരണം. ഒമാൻ ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഏറ്റവും കൂടുതൽ പണമയച്ചത് ഇന്ത്യയിലേക്കാണ്. ഈ വർഷം ഇതുവരെ 8,220 കോടി ഡോളറാണ് കടൽ കടന്ന് ഇന്ത്യയിലേക്ക് എത്തിയത്. ഇത് 2018 7,860 കോടി ഡോളറും 2017 6,890 കോടി ഡോളറുമായിരുന്നു. ഈജിപ്ത്, നൈജീരിയ, ഫിലിപ്പീൻസ്, പാകിസ്ഥാൻ രാജ്യങ്ങളിലേക്കും തൊഴിലാളികളുടെ പണമടയ്ക്കൽ കൂടിയിട്ടുണ്ട്. ഒമാനി റിയാലുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇന്ത്യൻ രൂപ ഇപ്പോഴും ദുർബലമാണ്. പണം അയക്കുന്നവരുടെ എണ്ണം കുറഞ്ഞിരിക്കാം, പക്ഷേ ഇന്ത്യയിലേക്കും മറ്റ് രാജ്യങ്ങളിലേക്കും പോകുന്ന തുക വർദ്ധിച്ചിട്ടുണ്ട്. കാരണം നാട്ടിലേക്ക് അയക്കുന്ന പണത്തിന്റെ മൂല്യം കൂടുതലാണ്. നേരത്തെ ഒരൊറ്റ റിയാലിന് 165 രൂപയാണ് ലഭിച്ചിരുന്നതെങ്കിൽ 2018 ഒക്ടോബറിൽ 193 രൂപ ആയിരുന്നു. ഇപ്പോൾ താരതമ്യേന കുറവാണെങ്കിലും മികച്ച മൂല്യം തന്നെയാണ് പ്രവാസികൾക്ക് ലഭിക്കുന്നത്. ഒമാനി റിയാൽ ഡോളറുമായി ബന്ധപ്പെട്ടിരിക്കുന്നതിനാൽ പണം അയക്കുമ്പോൾ കൂടുതൽ ഇന്ത്യൻ രൂപ ലഭിക്കുമെന്നാണ് ഇതിനർത്ഥം. ഒമാനിൽ നിന്ന് ആളുകൾ വീട്ടിലേക്ക് അയക്കുന്ന പണം മറ്റേതെങ്കിലും കറൻസികളിലേക്ക് പരിവർത്തനം ചെയ്യുമ്പോഴും ഗുണകരമായ നേട്ടം തന്നെയാണ് ലഭിക്കുന്നതെന്ന് ഒമാനിലെ ഗ്ലോബൽ മണി എക്സ്ചേഞ്ച് CEO ആർ മധുസൂദനൻ പറയുകയുണ്ടായി. ദേശീയ GDPക്ക് മികച്ച സംഭാവന നൽകുമ്പോൾ തന്നെ വിദേശ നാണ്യ കരുതൽ ശേഖരം വർദ്ധിപ്പിക്കാനും കൂടുതൽ പണമയക്കൽ സഹായിക്കുന്നതായി സാമ്പത്തിക വിദഗ്ധനായ രാമാനുജ് വെങ്കിടേഷ് വ്യക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, പ്രവാസി മലയാളി.